നമസ്കാരം. തത്വമസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ശിവഗണത്തിൽപ്പെടുന്ന 9 നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുമാണ് പറയാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ മുഴുവനായി കണ്ട ശേഷം ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രക്കാർ ശിവഗണ നക്ഷത്രങ്ങളായി പറയപ്പെടുന്നു. ആഗ്രഹിച്ചതെന്തോ അത് സ്വന്തമാക്കാൻ ഭാഗ്യം തുണയ്ക്കുന്ന നക്ഷത്രങ്ങൾ കൂടിയാണ് ഇക്കൂട്ടർ. ഇനി ശിവഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. കാർത്തിക, തിരുവാതിര, ഉത്രം, ഉത്രാടം, മൂലം, പൂരം, ആയില്യം, മകം, ഭരണി എന്നിവയാണ് ശിവഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ. ശിവഭഗവാന്റെ അനുഗ്രഹവും സാന്നിധ്യവും ഈ നക്ഷത്രക്കാർക്കൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകും. ഇനി നമുക്ക് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം. സ്വന്തം കഴിവെന്താണെന്നും കഴിവുകേട് എന്താണെന്നും പരിപൂർണ ബോധ്യമുള്ളവരാണ് ഇക്കൂട്ടർ. സമൂഹം ഇവരെ വിലയിരുത്തുന്നതിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നു. സ്വന്തം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് എപ്പോൾ കാര്യങ്ങൾ എത്തുന്നുവോ അപ്പോൾ ഇവർ ഇവരുടെ കഴിവുകൾ പൂർണ്ണതോതിൽ പുറത്തെടുക്കും. ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണ് ശിവഗണത്തിലെ നക്ഷത്രക്കാരുടെ സ്ഥാനം. ആഗ്രഹ സഫലീകരണത്തിനായി ഇവർ ഏതറ്റം വരെയും പോകും. അതിനുവേണ്ടി എന്ത് കഠിനാധ്വാനവും ചെയ്യും. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ അത് പൂർത്തിയാകുന്നതുവരെ പാതിരാത്രിയിലും പണിയെടുക്കാൻ മടിയില്ലാത്തവരാണ് ഇക്കൂട്ടർ. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവ് ഇക്കൂട്ടർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിക്കാര്യത്തിലും പഠനത്തിലും ഇവർക്ക് വളരെ വേഗത്തിൽ വിജയിക്കാനാകും. ഇത് ശത്രുക്കളെ സമ്പാദിക്കാനും ഇടവരുത്തും. സ്വന്തം കുടുംബത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഇവർ കുടുംബത്തെ വിലവെക്കാത്തവരെ കൂടെ കൂട്ടില്ല. ഒരാളെ വളരെ പെട്ടെന്ന് വിലയിരുത്താനുള്ള കഴിവും ഇക്കൂട്ടർക്കുണ്ട്. ഇവർ ആളറിഞ്ഞു പെരുമാറുന്നവരാണ്. അതിനാൽ സമൂഹത്തിലും സൗഹൃദ വലയങ്ങളിലും ഇവർക്ക് ധിക്കാരി, അഹങ്കാരി എന്നീ വിശേഷണങ്ങൾ ലഭിക്കും. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇവർ ആരുടെ മുന്നിലായാലും അത് ഭയം കൂടാതെ തുറന്നടിച്ചു പറയുന്നവരാണ്. അതുപോലെ തന്നെ മറ്റു ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നവരുമാണ്. മറ്റൊരാളുടെ സഹായത്തിന് കാത്തുനിൽക്കാതെ സ്വന്തമായി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ട്. ഒരു കാര്യം കണ്ടാലോ കേട്ടാലോ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സ്വയം ശുചിയായും വൃത്തിയായി വസ്ത്രം ധരിക്കാനുമെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് ശിവഗണത്തിലെ നക്ഷത്രക്കാർ. സഹതാപം തെല്ലും ആഗ്രഹിക്കാത്തവരായതിനാൽ തന്നെ സ്വന്തം കഷ്ടതകൾ ഇവർ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നിൽക്കാറുമില്ല. ശിവഗണമായതിനാൽ തന്നെ ഈ 9 നക്ഷത്രക്കാരും ദേഷ്യമുള്ളവരാണ്. ഇവരിൽ ചിലർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. എന്നാൽ മറ്റു ചിലരാകട്ടെ ആദ്യം ക്ഷമിക്കുമെങ്കിലും ദേഷ്യം വന്നാൽ അത് ശമിക്കാൻ ഏറെ സമയം വേണ്ടിവരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ രൂക്ഷമായി പ്രതികരിക്കുന്നതാണ് ഇവരുടെ പൊതു സ്വഭാവം. ഈ സമയത്ത് മുന്നിൽ നിൽക്കുന്നത് ആരായാലും ഇവർക്ക് അതൊരു പ്രശ്നമേ അല്ല. പറയാനുള്ളതൊക്കെയും മുൻപിൻ ചിന്തിക്കാതെ മുഖത്തു നോക്കി തന്നെ പറയും. സത്യം ഇവരുടെ ഭാഗത്താണെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെ വാദിക്കാനും ഇവർ തയ്യാറാണ്. എപ്പോഴും പോസിറ്റീവായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ശിവഗണത്തിൽ പെടുന്ന നക്ഷത്രക്കാർ. ഈ ഗണത്തിൽ പെടുന്ന നക്ഷത്രക്കാരിൽ ഭൂരിഭാഗവും സാധാരണയായി പ്രസന്നമായ മുഖഭാവത്തോടു കൂടിയുള്ളവരായിരിക്കും. ശിവഗണത്തിൽ പെടുന്ന ഈ 9 നക്ഷത്രക്കാർക്കും എന്ത് ചെയ്താലും അത് 100% പെർഫെക്ഷനോടെ വേണം എന്ന നിർബന്ധവുമുണ്ട്. ഇതിൽ നിങ്ങളുടെയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയോ നക്ഷത്രമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നക്ഷത്രം കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓം നമഃ ശിവായ.